കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ഋതിക ഷിനോജ് രചിച്ച എമ്മാസ് ക്വിർക്കി ജേർണീസ് എന്ന ഇംഗ്ലീഷ് കഥാസമാഹാരം വായനക്കാരുടെ കൈകളിലേക്ക്. പുതുപ്പാടി എൽദോ മാർ ബസേലിയസ് കോളേജ് ചെയർമാൻ പ്രൊഫസർ ബേബി എം വർഗീസ് പുസ്തകം പ്രകാശനം ചെയ്തു. സ്കൂളിലെ വായനാദിന പരിപാടികൾക്കൊപ്പമായിരുന്നു പ്രകാശനം. കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ഋതിക ഷിനോജ് രചിച്ച എമ്മാസ് ക്വിർക്കി ജേർണീസ് എന്ന ഇംഗ്ലീഷ് കഥാസമാഹാരം പുറത്തിറങ്ങി. കുട്ടികളുടെ സങ്കല്പ ലോകവും അനുഭവങ്ങളും മാനുഷിക മൂല്യങ്ങളും കോർത്തിണക്കിയാണ് പുസ്തകത്തിലെ കഥകൾ ഒരുക്കിയിരിക്കുന്നത്. പുതുപ്പാടി എൽദോ മാർ ബസേലിയസ് കോളേജ് ചെയർമാൻ പ്രൊഫസർ ബേബി എം വർഗീസ് പുസ്തക പ്രകാശനം ചെയ്തു. MA കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ D രാധാകൃഷ്ണൻ നായർ പുസ്തകം ഏറ്റുവാങ്ങി. മാർ ബേസിൽ ഇംഗ്ലീഷ് വിഭാഗം സീനിയർ അധ്യാപിക ജൽസി കുര്യാക്കോസ് പുസ്തക പരിചയം നിർവഹിച്ചു. മാനേജർ ലാൽ വർഗീസ് അധ്യക്ഷത വഹിച്ചു. വായനദിന പരിപാടികൾ SSK BPC ബിനിയത് PH ഉദ്ഘാടനം ചെയ്തു. റീഡിംഗ് മേക്സ് എ റിയൽ മാൻ, കോൺഫിഡൻസ് എ റെഡി മാൻ ആൻഡ് റൈറ്റിംഗ് ആൻ എക്സാക്ട് മാൻ. വായന മനുഷ്യനെ പൂർണ്ണനും, ചർച്ചകൾ റെഡിയുള്ളവനും, എഴുത്ത് ഒരു യഥാർത്ഥ മനുഷ്യനുമാക്കുന്നു. പ്രശസ്ത ഇംഗ്ലീഷ് ഫിലോസഫർ ഫ്രാൻസിസ് ബേക്കന്റെ വാക്കുകളാണിത്. ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. നമ്മുടെ ഈ ചെറുപ്രായത്തിൽ തന്നെ 12 വയസ്സിനുള്ളിൽ തൻ്റെ കഴിവും പരിശ്രമവും കൊണ്ട് എഴുത്തിനോടും വായനയോടുമുള്ള അഭിരുചി വളർത്തി ഇത്തരത്തിലൊരു പുസ്തകം രചിച്ച് വായനക്കാരുടെ മുന്നിലെത്തിക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അത് സമൂഹത്തിനും സ്കൂളിനും അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ്. നമ്മുടെ മുന്നിൽ ഋതിക ഒരു മാതൃകയായിരിക്കുകയാണ്. നമ്മൾ സ്വപ്നം കാണുന്നതിനും അവ യാഥാർത്ഥ്യമാക്കുന്നതിനും പ്രായം ഒരു തടസ്സമല്ല എന്ന് മാതൃകയിലൂടെ തെളിയിച്ച കുമാരി ഋതിക ഷിനോജിന് വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ അഭിനന്ദനം അറിയിക്കുന്നു. പ്രിൻസിപ്പൽ ജിബി ചെറിയാൻ, അധ്യാപകൻ സനീഷ് S, PTA പ്രസിഡന്റ് സനീഷ് AS, സ്റ്റാഫ് സെക്രട്ടറി സിനി PV തുടങ്ങിയവർ സംസാരിച്ചു. ഋതിക ഷിനോജ് മറുപടി പ്രഭാഷണം നടത്തി. പുസ്തക പ്രകാശനത്തിനൊപ്പം സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം, വായനാ പക്ഷാചരണം എന്നിവയും നടന്നു. ആലുവ UC കോളേജ് അധ്യാപകൻ ജോർജിന്റെയും മാർ അത്തനേഷ്യസ് കോളേജ് ഫിസിക്സ് അധ്യാപിക നിമ്മിയുടെയും മകളാണ് ഋതിക. പുസ്തക പ്രേമികളിൽ നിന്നും സാഹിത്യ രംഗത്തുള്ളവരിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും മാതാപിതാക്കളിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും നല്ല സപ്പോർട്ടാണ് ലഭിക്കുന്നതെന്നും ഋതിക മീഡിയ 60യോട് പറഞ്ഞു. ഇതിൻ്റെ ഇൻസ്പിറേഷൻ ആയത് എൻ്റെ അമ്മ കുറേ സപ്പോർട്ട് ചെയ്തിരുന്നു. എഡിറ്റിംഗ് ഒക്കെ അമ്മയാണ് ചെയ്ത്. പിന്നെ ഒരു സ്റ്റോറീസ് ബൈ ചിൽഡ്രൻ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടത്തേക്കൊരു നോവൽ റൈറ്റിംഗ് കോമ്പറ്റീഷൻ അയച്ചതായിരുന്നു. പിന്നെ ഇത് കൂടുതൽ ഇമാജിനേഷനെ കുറിച്ചാണ്. പിന്നെ ഒരു കുട്ടികളുടെ ഒരു ടോയ്സ് ആയിട്ടുള്ള അടുപ്പം, അങ്ങനെയുള്ളതിനെ കുറിച്ചുള്ള സ്റ്റോറി. പാരൻസ് നല്ല സപ്പോർട്ട്, അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അവരെല്ലാവിധ ഹെൽപ്പും ചെയ്തിട്ടുണ്ട്. ടീച്ചേഴ്സ് അതെ, ഈ ചടങ്ങൊക്കെ നടത്തിയതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ലായിരുന്നു. എനിക്കൊരു ആർക്കിടെക്റ്റ് ആകാൻ ആഗ്രഹമുണ്ട്. പിന്നെ എഴുതാനും ഇഷ്ടമാണ് നന്നായി. ഇനി ഇപ്പം അങ്ങനെ എഴുതുന്നില്ല. മീഡിയ 60 കോതമംഗലം.